അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ ബീൻസ് ആണ് എടുത്തിട്ടുള്ളത്. പച്ചപ്പട്ടാണി, ഇപ്പൊ പച്ചപ്പട്ടാണി ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചപ്പട്ടാണി എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ ബീൻസ് ഓവർനൈറ്റ് കുതിർത്ത് എടുത്താലും മതി. ഇപ്പൊ ഞാൻ പച്ചപ്പട്ടാണി ഉള്ളത് കൊണ്ട് പച്ചപ്പട്ടാണിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് പച്ചപ്പട്ടാണിയാണ് എടുത്തിട്ടുള്ളത്. പച്ചപ്പട്ടാണി പച്ചക്കറി കടകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അധികം വിലയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലിയെല്ലാം മാറ്റി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇത് കട്ട് ചെയ്ത് വീണ്ടും ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇനി മിക്സിയിലെ ഒരു ജാറിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പച്ചപ്പട്ടാണി ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. അധികം അങ്ങ് പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലവണ്ണം ഇതൊന്ന് അരച്ചെടുക്കാം. നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക. ഇനി നമ്മൾ അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിന് 1/2 കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണ്. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഈ പച്ചരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കടലമാവ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം, മൈദ എടുക്കാം. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പലഹാരത്തിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലെ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ താല്പര്യമുള്ളത്, കടലമാവോ ഗോതമ്പ് പൊടിയോ മൈദയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഒരു സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. കട്ടകളൊന്നുമില്ല, നല്ല സ്മൂത്താക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വീതം ഇട്ട് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഒരു വിസ്ക് വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കട്ടിക്ക് വേണം നമുക്ക് ഈ ബാറ്റർ കിട്ടാനായിട്ട്. അഥവാ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ വറവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഈ ഒരു കട്ടിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഒരുപാടൊന്ന് ലൂസ് ആവാൻ പാടില്ല, ചെറിയൊരു കട്ടിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പം നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. ഈ സമയം കൊണ്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 7 വെളുത്തുള്ളി അല്ലികളും 7 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി പീസ് എടുത്താലും മതി. സവാളയാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ചെറിയ ഉള്ളിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയും ഉള്ളിയും ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം എടുത്താൽ മതിയാകും. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തക്കാളി എല്ലാം ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളകാണെന്നുണ്ടെങ്കിൽ നല്ല കളറും കിട്ടും, എരിവും കുറവായിരിക്കും. കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അവരവരുടെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വേവിച്ച് സോഫ്റ്റ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്.
ഇപ്പൊ തക്കാളി എല്ലാം വെന്ത് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കൊടുത്താലും മതിയാവും. ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പൊടിച്ച ശർക്കര വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാര എടുത്താലും ശർക്കര എടുത്താലും കുറച്ച് മാത്രമേ എടുക്കാവൂ. ഞാനിപ്പോ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം. ഇപ്പൊ ഇതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നല്ല സ്മൂത്ത് ആയിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ ഇതാ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. നമ്മൾ ചട്നി ഉണ്ടാക്കുന്ന അത്രയും സമയം മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതിൽ പച്ചമുളകോ അതുപോലെ തന്നെ കുരുമുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ മുളക് പൊടി മാത്രമാണ് ഇതിലേക്ക് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതാ എടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണ എടുക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം ഒന്ന് പൊട്ടട്ടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളും കൂടി ഇട്ട് കൊടുക്കാം. എള്ളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എള്ളിടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പം ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി ആ ചൂടോട് കൂടി തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കും. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉടൻ തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം കടുകും എള്ളും ഒന്ന് താളിച്ചതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ്, ബേക്കിംഗ് സോഡ. അപ്പോൾ 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇനി കുപ്പിയുടെ അടപ്പിന്റെ നടുവിലായിട്ട് ഞാൻ പപ്പട സൂചി നല്ലതുപോലെ ചൂടാക്കി ഇതാ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ട് ആയിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. പപ്പട സൂചി ഉണ്ടെങ്കിൽ അത് വെച്ച് ഹോളിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കത്തി ചൂടാക്കി അത് വെച്ച് ഹോളിട്ട് കൊടുത്താലും മതി. എങ്ങനെയായാലും റൗണ്ട് ആയിട്ട് ഇതുപോലെ ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള അടപ്പാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററി ഈ കുപ്പിയുടെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കവറിൽ എന്താ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അത് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതുപോലെ ബോട്ടിൽ ഇങ്ങനെ പിടിച്ച് ചെറുതായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിം വയ്ക്കുക. നമ്മുടെ കടായിയുടെ വലിപ്പത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. കൈയൊന്നും പൊള്ളാണ്ട് നോക്കുക.
എല്ലാം ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി ബാക്കിയെന്ന ബാറ്റർ നമ്മൾ ദോശ പോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇതുപോലെ നിരത്തി ഒന്ന് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെക്കുക. ഒരു വശം ഇതാ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വശവും ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം ഈ വശവും നല്ലോണം വെന്ത് ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ആദ്യം നമ്മൾ ചെയ്തെടുത്ത സ്നാക്സ് ആണ്. എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം എത്രമാത്രം ക്രിസ്പി ആണെന്ന്. നമ്മൾ ബോട്ടിലിൽ ചെയ്തെടുത്തിട്ടുള്ള സ്നാക്സ് ആണ്. അത് കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കുപ്പിയിൽ, എയർടൈറ്റായ കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാവുന്ന. എണ്ണയൊന്നും കുടിച്ചില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ചട്നിയും ദോശയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി വന്ന ബാറ്റർ അതാ ദോശ പോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 2 പലഹാരമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്ന് സ്നാക്സ് ആയിട്ടും കഴിക്കും, അല്ലാതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഇതുപോലെ ദോശയായിട്ടും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ചൂടാണ്. ഇനി നമ്മുടെ ചട്നിയിൽ ഡിപ്പ് ചെയ്ത് ഇത് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ 2 പലഹാരവും തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്